ലത ശ്രുചിക്കുട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ മിൽക്ക് പൗഡർ ഉപയോഗിച്ചിട്ട് മിൽക്ക് പേട ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത്. പാലും മിൽക്ക് പൗഡറും കൂടിയാണ്. അതിനായിട്ടൊരു നോൺ സ്റ്റിക്ക് പാൻ വെച്ചിട്ട് അതിലേക്ക് 1 കപ്പ് പാല് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ലപോലെ ചെറിയ ഫ്ലെയിമിലാക്കിയിട്ട് തന്നെ നല്ലപോലെ അതൊന്ന് വറ്റിച്ചെടുക്കുക. അത് നല്ല കൊഴുത്ത് അതുപോലെയാവും. അതുവരെ നമ്മൾ നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക. നമുക്ക് അത് ഏകദേശം കൊഴുത്ത് ഈ പരുവത്തിൽ ആയി വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇട്ട് ഇളക്കുന്ന സമയത്ത് അത് വീണ്ടും കുറച്ചും കൂടി വെള്ളം പോലെയാവും. അപ്പോഴും അത് നല്ലപോലെ പഞ്ചസാരയൊക്കെ പിടിക്കുന്നത് വരെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി അതിലേക്ക് ഞാൻ 2 കപ്പ് മിൽക്ക് പൗഡറാണ് ചേർക്കുന്നത്. ആദ്യം 1 കപ്പ് വളരെ ഇങ്ങനെ പതുക്കെ കുറച്ചാക്കി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം ആ 1 കപ്പ് നല്ലപോലെ മിക്സ് ആയതിന് ശേഷം നമുക്ക് 2ാമത്തെ കപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ 2ാമത്തെ കപ്പും മിൽക്ക് പൗഡറും കൂടി ചേർത്തിട്ട് ഇതുപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചെറിയ ഫ്ലെയിമിൽ വെച്ചാൽ മതി. അപ്പോൾ അത് നല്ലപോലെ മിക്സ് ചെയ്ത് അതിങ്ങനെ ഉരുണ്ടായിട്ട് വരും. അതുവരെ നമ്മൾ അത് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി നമുക്ക് അതിലേക്ക് 1 ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർത്ത് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ കുറച്ച് നേരം കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് അതിങ്ങനെ ഒരു ഒരുമിച്ചായിട്ടിങ്ങനെ വരും. അതുവരെ നമ്മളത് ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതാ ഏകദേശം അത് ഒരുമിച്ച് ആയിട്ടുണ്ട്, കണ്ട. അപ്പം ഈ പരുവാകുന്ന സമയത്ത് നമുക്ക് ഒരു നെയ്യ് പരട്ടിയിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഒരു ബട്ടർ പേപ്പറും കൂടി വെക്കുന്നത് നന്നായിരിക്കും കേട്ടോ. ഞാൻ മറന്നു പോയതാണ് ബട്ടർ പേപ്പർ വയ്ക്കാൻ. അപ്പോൾ നമുക്ക് അതൊന്ന് പെട്ടെന്ന് മാറ്റാനൊക്കെ പറ്റും. അപ്പോൾ ബട്ടർ പേപ്പറും കൂടി വെച്ചിട്ട് ചെയ്താൽ മതി നിങ്ങൾ ചെയ്യുമ്പോൾ. ഇനി അത് നമ്മൾ
ചൂടോട് കൂടി തന്നെ അതൊന്നിങ്ങനെ പ്രസ്സാക്കിയിട്ട് കൊടുക്കുക. ഒരു സൈഡിലേക്കാക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് ചെയ്താൽ മതി. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ബദാമോ പിസ്തയോ ഏതാണെന്ന് വെച്ചാൽ അതൊന്ന് കുറച്ച് പൊടിച്ചിട്ട് അത് മേലെ ഇട്ട് കൊടുക്കാം. ഞാൻ ബദാം ആണ് ഇവിടെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇനി അത് തണുക്കാൻ വേണ്ടിയിട്ട് വയ്ക്കുക. ഒരു 2-3 മണിക്കൂർ തണുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കതിനെ മുറിച്ചെടുക്കാം. കണ്ടോ, അപ്പോൾ ഇത് മിൽക്ക് പേട നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നെയ്യ് പുരട്ടിയ ഒരു സ്പൂൺ കൊണ്ടാണെങ്കിൽ അത് നല്ലപോലെ ഷേപ്പായിട്ട് കിട്ടും. അപ്പോൾ അതുപോലെ ഒന്ന് ബദാമൊക്കെ ഇട്ടതിന് ശേഷം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്താൽ മതി. അതാ ഇത് നല്ലപോലെ തണുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനി ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് അത് മറ്റേ നമ്മൾ ബട്ടർ പേപ്പർ വെച്ചിരുന്നെങ്കിൽ നമുക്ക് നേരെ അങ്ങോട്ട് പുറമേക്ക് എടുക്കാമായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ മുറിച്ചൊന്ന് ഷേപ്പ് ആക്കിയിട്ടാണ് ഇപ്പം പുറത്തേക്ക് എടുക്കുന്നത്. അപ്പോൾ അത് ഞാൻ ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ മുറിച്ച് ഷേപ്പാക്കി ഇതാക്കി വെച്ചിട്ടില്ലേ, അതൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആക്കിയിട്ട് ചെറിയ പീസാക്കിയിട്ട് മുറിച്ച് വയ്ക്കുകയാണ്. അപ്പം നമ്മളുടെ മിൽക്ക് പേട, പാൽപ്പൊടി കൊണ്ട് ഉപയോഗിച്ചിട്ടുള്ള മിൽക്ക് പേട ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ വീട്ടിൽ കുറച്ച് പാൽപ്പൊടി ഇരിപ്പുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് മിൽക്ക് പേട ഉണ്ടാക്കി വെക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും.